യേശുനാഥൻ്റെ അനുകമ്പയ്ക്ക് പാത്രമാകുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ ജനബാഹുല്യം നിമിത്തവും ജനങ്ങളോട് തങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ പോലും സമയമില്ലാതിരുന്ന സാധിക്കാതിരുന്ന ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് വിജനതയിലേക്ക് തോണിയിൽ അക്കരെ പോകുന്നതാണ് സുവിശേഷം. ശേഷം കർത്താവിനെയും ശിഷ്യന്മാരെയും അന്വേഷിച്ചു വന്ന ജനത്തോട് അവന് അനുകമ്പ തോന്നി. രണ്ടു കാര്യങ്ങൾ വളരെ പ്രത്യേകമായി വചനത്തിൽ നാം വായിച്ചെടുക്കുന്നു. ഒന്ന്, വിളിയുടെ അന്തസത്ത. 2, വിളിയുടെ ദൗത്യം. ആദ്യത്തെ 2 വാക്യങ്ങളിലായി 3 കാര്യങ്ങളാണ് സുവിശേഷത്തിൽ പറയുന്നത്. 1, യേശുവിനരികെ അവർ ഒരുമിച്ച് കൂടി ശിഷ്യന്മാര്. 2, അവർ സുവിശേഷ പ്രവർത്തന അനുഭവം പങ്കുവച്ചു. 3, അവർ പഠിപ്പിച്ചത് യേശുവിനോട് പറഞ്ഞു കേൾപ്പിച്ചു. ആദ്യത്തേത് വിളിയുടെ അന്തസത്തയും ശേഷമുള്ള 2ഉം വിളിയുടെ ദൗത്യവുമാണ്. വിളിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിലെ സമയം എന്നത് ജനത്തിൻ്റെ മധ്യേ തിരക്കുള്ള ജീവിത യാത്രയാണ്. വിളിക്കപ്പെട്ടവൻ്റെ ഉത്തരവാദിത്വം ജനങ്ങളോടുള്ള ശുശ്രൂഷയുമാണ്. വിളിക്കപ്പെട്ടവൻ്റെ സന്നദ്ധത അവൻ്റെ വിളിയിലുള്ള ദൗത്യത്തോടുള്ള മനസ്സാണ്. വിളിക്കപ്പെട്ടവൻ്റെ വിശ്വാസം ദൈവത്തോടുള്ള ബന്ധവും വിളിക്കപ്പെട്ടവൻ്റെ കടപ്പാട് ദൈവബന്ധത്തോടുള്ള ഉടമ്പടി അനുഭവവുമാണ്. വിളിജീവിതത്തിൻ്റെ അഥവാ വിശ്വാസ ജീവിതത്തിൻ്റെ ഊർജമാണ് വിജനത. നിന്നെയും ജനത്തെയും വേർതിരിക്കുന്ന ഒരു പുഴയുടെ അകലമാണ് സുവിശേഷത്തിൽ വിജനത. ഒരു കുടുംബാനുഭവത്തിൻ്റെ, ഒരു കുടുംബമെന്ന വികാരത്തിൻ്റെ കൂടുകൂട്ടുന്ന ഒരു പക്ഷിയുണ്ട്, വേഴാമ്പൽ. തൻ്റെ കുടുംബത്തിന് തൻ്റേതു മാത്രമായ ബന്ധം നിലനിർത്തുന്ന അകലങ്ങളിലെ പക്ഷി. സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി മുകളിലാണ് ഈ പക്ഷികൾ കൂടുകൂട്ടുന്നത്. തള്ളപ്പക്ഷി മുട്ടയ്ക്ക് അടയിരിക്കുമ്പോൾ നിർമ്മിക്കപ്പെട്ട ഘനമുള്ള കൂട്ടിലെ ചെറിയ കവാടത്തെ അപ്പൻ പക്ഷി വീണ്ടും അടച്ച് ചെറുതാക്കി ആർക്കും കടക്കുവാൻ സാധിക്കാത്ത തരത്തിലാക്കി അകലങ്ങളിലേക്ക് ഇര തേടിപ്പോകും. ആ ആൺപക്ഷിക്ക് അപകടം വല്ലതും പിണഞ്ഞാൽ അത് തിരികെ വന്നില്ലെങ്കിൽ ആ തള്ളപ്പക്ഷി തുറക്കുവാൻ സാധിക്കുന്ന ആ കൂട് കുത്തി തുറക്കാതെ തൻ്റെ കുഞ്ഞുങ്ങളോടുകൂടി ആ കൂട്ടിൽ പട്ടിണി കിടന്ന് മരിക്കും. വിളിജീവിതത്തിൻ്റെയും വിശ്വാസ ജീവിതത്തിൻ്റെയും ഏറ്റവും വലിയ മഹനീയത ക്രിസ്തുവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധമാണ്. അവനില്ലാതെ ഞാനില്ല. എനിക്ക് ക്രിസ്തുവിൽ നിന്നും കിട്ടേണ്ടത് ക്രിസ്തുവിൽ നിന്ന് തന്നെ ഞാൻ സ്വന്തമാക്കേണ്ടതുണ്ട്. അതിനായി നീ നടത്തേണ്ട ധ്യാനത്തിൻ്റെ പേരാണ് വിജനത. നീ മരിക്കാതിരിക്കുവാൻ മരിച്ച ഒരു ദൈവം നിനക്ക് മരണത്തിൽ നിന്നുമുള്ള സംരക്ഷണത്തിൻ്റെ കൂട് തീർക്കുന്നവനാണ്. 2ാം തലം അനുകമ്പയാണ്. വിജനതയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ക്രിസ്തുവിൻ്റെ വികാരമാണ് അനുകമ്പ. അവർ അവനെ തേടി അക്കരയ്ക്കെത്തിയപ്പോൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ അസ്വസ്ഥരായിരുന്ന, ദാഹാർത്തരായിരുന്ന ആ ജനത്തെ കണ്ട് ക്രിസ്തുവിന് അനുകമ്പ തോന്നുന്നു. അനുകമ്പ നേടുവാൻ അതിനാൽ തന്നെ ക്രിസ്തു വിജനതകളിലേക്ക് നീ ഇറങ്ങി നടക്കേണ്ടതുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വചനം പറയുന്ന 2ാമത്തെ കാര്യം അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്നാണ്. ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിലൂടെ അറിയുവാനും നമുക്കാകുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി മാറുന്നത്, സുവിശേഷകരായി രൂപപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിൻ്റെതായി മാറാം. നമ്മുടെ ജീവിതത്തിൻ്റെ വിജനത അനുഭവങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അനുകമ്പ സ്വന്തമാക്കുവാൻ വേണ്ടി ക്രിസ്തുവുള്ള ഇടങ്ങൾ നമുക്ക് അന്വേഷിക്കാം. നമ്മുടെ ഉള്ളിലും നമ്മുടെ ദേവാലയങ്ങളിലും വേദനിക്കുന്നവരുടെ ഹൃദയങ്ങളിലും ജീവിതത്തിലും ഒറ്റപ്പെടലിലും നൊമ്പരങ്ങളിലും ഒക്കെയും ക്രിസ്തു വസിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെതായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
യേശു നീ ഉള്ളിൽ വാ, നാഥാ നീ എന്നിൽ വാ, എന്നാത്മാ